ഫസ്റ്റ് തൊട്ട് എൻഡിങ് വരെ നല്ല രീതിയിൽ എൻഗേജ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ ഒരുപാടുണ്ട്. ക്ലൈമാക്സ് പക്ക ടെസ്റ്റാണ്. നിയറസ്റ്റ് ടൈമിൽ ഇറങ്ങിയ ത്രില്ലർ ഫിലിംസ് വെച്ച് നോക്കുമ്പോഴത്തേക്ക് മസ്റ്റായിട്ട് കാണാൻ പറ്റിയ ഫിലിമാണെന്നല്ലോ ഒരു ഡൗട്ടില്ല. ആരാണ് ബെറ്ററായിരുന്നു? ബിജു മേനോന്റെ ഒരു ഹൈലൈറ്റ് കുറെ സാധനങ്ങളുണ്ട്. ബിജു മേനോനാണ് എനിക്ക് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആണ്. പക്ഷേ ആസിഫിലും കൂടെ ഉള്ളപ്പോൾ ആ കോമ്പിനേഷൻസ് പവർഫുൾ ആവുള്ളൂ. ദീപക് ദേവിന്റെ ബീജിയം മോശമായിരുന്നു. അതാണ് പടത്തിൽ കൂടുതലായിട്ട് പിടിച്ചിരുത്തിയേക്കുന്നത്. തിയേറ്ററിൽ വന്നത് നഷ്ടമുള്ള വർത്ത് ഫിലിമാണ്. കൊടുക്കുന്ന ക്യാഷിന് വർത്താണ്. സൂപ്പർ പടം. ത്രില്ലർ കിങ് ആവും തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം ഇത് ഒരു തുടക്കം തൊട്ട് അവസാനം വരെ നമുക്ക് ആരാണെന്ന് ഒരു ലൂപ്പ് ഹോൾ പോലും കൊടുക്കാതെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. മസ്റ്റ് വാച്ച് മൂവി. തലവൻ മൂവി നമ്മൾ പ്രതീക്ഷ പോലെ തന്നെ ഒരു ആസിഫ് അലി ബിജു മേനോൻ്റെ കംപ്ലീറ്റ് പെർഫോമൻസ്, ആക്ടിങ് പെർഫോമൻസ് ആണ് ഈ സിനിമയിൽ വന്നിരിക്കുന്നത്. ഇതൊരു ഹീറോയിസം മൂവിയല്ല, പക്ഷേ ഒരു പോലീസ് സ്റ്റോറി കൃത്യമായ അളവിൽ അതിനകത്തുള്ള ഹീറോയിസം കൊടുത്തുകൊണ്ട് ക്യാരക്ടേഴ്സിനെ അവർ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ ഈ സിനിമയിൽ ഇവർ രണ്ടുപേരും മാത്രമല്ല, ഇവരെ ചുറ്റിപ്പറ്റിയുള്ള സ്റ്റോറിയല്ല, വന്നു പോകുന്ന 2-3 സീന് വന്നു പോകുന്ന ക്യാരക്ടേഴ്സ് പോലും കൃത്യമായ ക്യാരക്ടർ ആർക്ക് ഈ സിനിമയിൽ എഴുത്തിൽ വന്നിട്ടുണ്ട്. കാരണം ത്രില്ലർ സിനിമയിലെ എഴുത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിഗംഭീരമായി എഴുതിയ ഒരു സിനിമയാണ് തലവൻ. പിന്നെ ക്ലൈമാക്സിലേക്ക് അടുക്കുമ്പോൾ ഒരു 2ാം എപ്പിസോഡ് ഈ സിനിമയ്ക്കുണ്ടോ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് ഈ സിനിമ. കാരണം ഇവരുടെ ഈ ഒരു കോംബോ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യുന്ന സിനിമ ഉണ്ടാവണമെന്ന് പ്രേക്ഷകർ എന്ന നിലയിൽ ഞാനും ആഗ്രഹിക്കുന്നുണ്ട്. ജിസ്ജോയുടെ പാറ്റേൺ പൊളിച്ചുകൊണ്ടുള്ള ഒരു സീറ്റ് ജഡ്ജ് കംപ്ലീറ്റ് ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറായിട്ടാണ് ഈ സിനിമ വന്നിരിക്കുന്നത്. എടുത്തു പറയേണ്ട ബാക്കി പെർഫോമൻസുകൾ ഇപ്പം ഈ സിനിമയിൽ സ്ത്രീ കഥാപാത്രങ്ങൾ എവിടെ പോയി എന്ന് ചർച്ച നടക്കുന്ന ഈ കാലത്താണ് അനുശ്രീയുടെയും മിയയും ശക്തമായ പെർഫോമൻസാണ്. ഈ സിനിമയിൽ അവർക്ക് വേണ്ട രീതിയിൽ ആ കഥാപാത്രത്തെ അവർ ഉപയോഗിച്ചിട്ടുണ്ട്. അനുശ്രീയും മകളുമായിട്ടുള്ള രംഗങ്ങളൊക്കെ വളരെ ഹാർട്ട് ടച്ചിങ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ജാഫറുഡിക്ക്, കോട്ടയം നസീർ, ശങ്കർ രാമകൃഷ്ണൻ, പിന്നെ ഒരുപാട് പുതുമുഖങ്ങൾ, ഇവരെല്ലാവരും ഒരാൾ പോലും സ്ക്രീനിൽ വെറുതെ വന്നു പോകുന്നില്ല. വന്നു പോകുന്ന ആൾക്കാരും കൂടി ആ സീരിയസ്നെസ്സോട് കൂടി ഒരു പോലീസ് സ്റ്റോറി എങ്ങനെയാണ് വേണ്ടത് അതിന് ആ ഇമോഷൻ കൊടുത്തുകൊണ്ടാണ് ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. വളരെ ഒരു സാറ്റിസ്ഫൈയിങ് വാച്ചാണ്, മസ്റ്റ് വാച്ചാണ്. കാരണം ദീപക് ദേവിൻ്റെ BGM അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ അത് തിയേറ്ററിൽ അനുഭവിക്കുമ്പോഴാണ് നമ്മൾ ആ കിക്ക് കിട്ടുന്ന രീതിയിലാണ് BGM വന്നിരിക്കുന്നത്. ക്രൈം ത്രില്ലർ മൂവീസ്, പോലീസ് സ്റ്റോറീസ് ഇഷ്ടപ്പെടുന്നവരും മസ്റ്റ് വാച്ച് മൂവിയായിട്ട് തലവൻ ഞാൻ സജസ്റ്റ് ചെയ്യും. പടം നന്നായിട്ടുണ്ട്, നല്ല പടമാണ്. ഒരു സസ്പെൻസ് ത്രില്ലറാണ്, നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഒരു പോലീസുകാരുടെ ഇടയിൽ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളാണ്. പോലീസുകാരുടെ കുട്ടികളൊക്കെ കണ്ടില്ലേ, പലരും ഒരു ക്രിമിനൽ പശ്ചാത്തലത്തിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങളാണ് ഇതിനകത്ത്. അത് തന്നെ പോലീസുകാരുടെ ഇടയിൽ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് കാണുന്ന മരണവും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എൻക്വയറിയാണ്. അത് ത്രൂ ഔട്ടായിട്ടൊരു സസ്പെൻസായിട്ട് നിലനിർത്തി പോരാൻ കഴിഞ്ഞിട്ടുണ്ട്. ആസിഫും ബിജുവിനും മത്സരിച്ച് അഭിനയിച്ചാണ്. അല്ല, അതിപ്പില് രണ്ടാളും നന്നായിട്ടുണ്ട്. ആസിഫ് അലിയാണ് കൂടുതൽ നേരെ ഉള്ളത്. ആസിഫ് അലി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. ജിസ്റ്റോയുടെ മൂവീസ് എപ്പോഴും ഒരു നന്മനമ സമയമാണ്. ഇത് പക്ഷേ കംപ്ലീറ്റ്ലി ത്രൂ ഔട്ട് ഒരു ത്രില്ലറിലാണ്. പലരും ട്രെയിലർ ഇറങ്ങിയപ്പോൾ ഒരു അയ്യപ്പൻ കോശി വൈബ് ഫീൽ ചെയ്യുന്നു എന്നുള്ളത് പറഞ്ഞായിരുന്നു. രണ്ടുപേര് ഈഗോ ഉണ്ട്, പക്ഷേ മൂവി കൂടുതലും ഫോക്കസ് ചെയ്യുന്ന ഒരു ക്രൈം ആൻഡ് ഇൻവെസ്റ്റിഗേഷനാണ്. അതിൻ്റെ ക്യൂരിയോസിറ്റി നന്നായി ബിൽഡ് ചെയ്ത് ക്ലൈമാക്സ് ആകുമ്പോൾ അത്യാവശ്യം നല്ല സാറ്റിസ്ഫൈങ് ആയ ട്വിസ്റ്റ് ആയിരുന്നു. സോ എന്നിലെ പ്രശ്നം അത്യാവശ്യം സാറ്റിസ്ഫൈഡ് ആണ്. കുറച്ച് നാൾക്ക് ശേഷം ഒരു നല്ലൊരു ആസിഫ് അലിയുടെ നല്ലൊരു കംബാക്ക് എന്ന് കൂടെ പറയാൻ പറ്റും. ബിജുമേൻ ആസിഫ് അലി കോമ്പിനേഷൻ നല്ല രസമുണ്ടായിരുന്നു. അവർ ഇരിക്കുമ്പോൾ കുറച്ച് ഫ്രണ്ട്സൊക്കെ ആയിട്ടാണ്. ഇതിനകത്ത് കുറച്ച് റൈവലറി പോലുള്ള ടീംസാണ്, പക്ഷേ നല്ല രസമുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഉണ്ട്. സെക്കൻഡിലേക്ക് ഒരു ക്ലൈമാക്സ് ലീഡ് പോലെ കൊടുക്കുന്നുണ്ട്. സോ ജിസ്ജോയിലൊന്നും പ്രതീക്ഷയില്ല, കാരണം കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ജോണറാണ്. പക്ഷേ അതിനകത്തും ഒരു ഒരു എക്സലൻ്റായി തന്നെ ചെയ്തിട്ടുണ്ട്. സോ നല്ലൊരു പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ പ്രതീക്ഷ വന്നു കഴിഞ്ഞാൽ സാറ്റിസ്ഫൈഡ് ആണ്. ഓവർ ദ ടോപ്പ് ആക്ഷനോ അല്ലെങ്കിൽ മാസോ അങ്ങനെയൊന്നുമില്ല, കുറച്ച് റിയലായിട്ട് എടുത്തിരിക്കണം. എല്ലാവരും ആയിക്കോട്ടെ, നസീറായാലും എല്ലാവരും ക്ലൈമാക്സിൽ ആരാണ് വില്ലെന്നുള്ള ടെസ്റ്റ് നല്ല സമയമാണ്.